ഹേ എവ്രിവൺ, ഞാൻ ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ഓണത്തിൻ്റെ ഒരുങ്ങിക്കഴിഞ്ഞ് ആ ഒരു ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് ഈ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഗ്വൻ സി എന്നൊക്കെ പറയണം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് 5:45 6 മണിക്ക് മുമ്പ് ഫോട്ടോസൊക്കെ എടുത്ത് തീരണമല്ലോ. കാരണം എന്താ ഭയങ്കര വെയിൽ ഐ മീൻ ലൈറ്റ് പോകുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ചടപടേന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആ ഫ്രഷ് ലുക്കിൽ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നുപോയി. ഇതാണിപ്പോൾ ദുബായ് വെതർ, UAE വെതറിൻ്റെ അവസ്ഥ. ഇത് ആക്ച്വലി ഞാൻ ഫുള്ള് മൊത്തം വിയർത്തിട്ട് ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കാരണം ഒരു അരമണിക്കൂറില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിയർത്ത് തുടങ്ങി. കമ്മൽ പോയി, വിയർത്ത് തുടങ്ങി, ഹെയർ തിരിഞ്ഞ് ചുരുങ്ങി. ഇവിടെ ഒരാൾ വിയർത്ത് ഒലിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഓണത്തിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓണം ലുക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അതിൻ്റെ കൂടെ ഇതാണ് എൻ്റെ സാരി. ദിസ് ഈസ് മൈ മോംസ് സാരി. ബ്ലൗസും ഉമ്മച്ചിയുടെയാണ്. ആൻഡ് ഐ ബോട്ട് മുല്ലപ്പൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക് കണ്ടിട്ട് വായോ. മോയ്സ്ചറൈസർ, സി ഐ എം ലൈക്ക് ഗോയിങ് വിത്ത് ദിസ്. ലാസ്റ്റ് നമുക്ക് അടിക്കാം, പക്ഷെ ഫസ്റ്റ് ഞാനൊരു ഇതിന് ഗ്ലോയ്ക്ക് വേണ്ടി ഇതാണ് അടിക്കുന്നത്. ചൂടായതുകൊണ്ട് തന്നെ ഐ എം ഗോയിങ് വിത്ത് ദിസ് സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീയുടെ. ഞാൻ പല ടിൻറ്റഡ് സൺസ്ക്രീനും യൂസ് ചെയ്ത്, ടു ബി ഓണസ്റ്റ് എനിക്ക് ഏറ്റവും അതിലിഷ്ടപ്പെട്ട പറയുകയാണെങ്കിൽ ഇതാ ദിസ് വൺ ഫിക്സ് ഡെർമയുടെ യൂസ് ചെയ്തു, വേറെ ഏതോ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഞാൻ വന്നെത്തിയത് ഇതിലേക്കാണ്. ദിസ് ഈസ് സോ ഗുഡ്. ബ്ലെൻഡ് ചെയ്യാനായാലും ആ ഒരു ഷെയ്ഡ് തരുന്നതായാലും ദിസ് ഈസ് സോ ഗുഡ്. കെ ബ്യൂട്ടിയുടെ ഞാൻ ഇപ്രാവശ്യം പിരിവ് എടുത്തത് എന്തായാലും നന്നായിട്ട് ചേരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇത് കെ ബ്യൂട്ടിയുടെ ലൈനർ. ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിലോട്ടാണ് ഞാൻ ശ്രദ്ധ. ടെർട്ടർ ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് ഏതൊരു ഫൗണ്ടേഷനും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ടെർട്ടർ ഫൗണ്ടേഷനാണ് ഉള്ളത്. ഇതിൻ്റെ റെഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാറ്റാണ് എന്നാണ് ഡിഫറൻസ്. കുറച്ച് ഷെയ്ഡ് വ്യത്യാസം തോന്നും, പക്ഷെ അത് ബ്ലെൻഡ് ആവും കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചൊരു ടൈം കൊടുക്കാം, ലെറ്റ് ഇറ്റ് സെറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചെന്ന് പറഞ്ഞ ലാസ്റ്റിംഗ് വാട്ടർ പ്രൂഫ്, ഓയിൽ കൺട്രോൾ, ഫ്ലോലെസ്, കോമ്പാക്ട് പൗഡർ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാലറ്റാണ്. അത്യാവശ്യം എൻ്റെ ബേസിക് കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഗ്ലിറ്ററും ഒരു ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ട് ഒരു സെൻറ്ററിൽ ഒരു ഇത് കൊടുക്കാനാണ്. We are using hands, nothing, വേറെ ഒന്നുമില്ല. First we are going with the brown shade. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമ്മൾ ഫസ്റ്റ് പോകണം. ഓക്കെ, ഐ എം ടേക്കിംഗ് ദിസ് ഫിംഗേഴ്സ്, ടാപ്പ് ടാപ്പ് ടാപ്പ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു പ്ലെയിൻ ഷെയ്ഡാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് വിത്ത് ദ ഗോൾഡൻ ഗ്ലിറ്റർ, ഒരു ഗോൾഡൻ ഗ്ലിറ്റർ. ഓക്കെ, ദെൻ നമ്മൾ ലൈറ്റായി ഇങ്ങനെ പ്രസ് ചെയ്തേ ഉള്ളൂ. ഈച്ച് കളർ ഷെയ്ഡ് ഫോർ ദ എൻഡ് ബ്ലെൻഡിങ്. ആൻഡ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട് കണ്ണിൻ്റെ താഴെ നമ്മൾ ഫേസസ് കാനഡയുടെ താഴെ നല്ലതായിട്ട് കട്ടിക്കേക്കാം. ലൈറ്റായിട്ടൊന്ന് ഇത്തിരി കയ്യിലെടുത്തിട്ട് എൻ്റെ മാത്രം മസ്കാര, മേബിലിൻ്റെ ഒരു ഹൈപ്പർ കേളി മസ്കാര. നല്ല കോട്ടടിച്ചു.
പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഐസും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൗ വി ആർ ഗോയിങ് ഫോർ ദ ബ്ലഷ്. ഒരു ബ്ലഷാണ്, ഇറ്റ്സ് എ കൊറിയൻ ബ്ലഷ് ഐ ഗസ്. നല്ലൊരു റോസ്. ഐ എം ഓൾവേസ് എ ബ്ലഷ് പേഴ്സൺ. വി ആർ ഗോയിങ് വിത്ത് ദ ബ്ലഷ്. ബ്രൗൺസ് ഞാൻ എങ്ങനെയാണ് ഇട്ടോ ഇടുന്നു. കുറച്ച് വണ്ണം വെച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡ് താടി വയ്ക്കുന്നത് വരയ്ക്കാം. ദിസ് ഈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ്. മുല്ലപ്പൂ കൊണ്ട് ഒരു വയ്ക്കും എത്തിയിരിക്കുന്നു. എടാ മുല്ലപ്പൂന് 10 ദിറംസേ ഉള്ളൂ. ഒരു മുഴം 10. ഹായ്. മുല്ലപ്പൂ വരുമ്പോഴേ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ദി സെറ്റിൻഷൻസ് നമ്മൾ ഹൈലൈറ്റർ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എവിടെയൊക്കെ ഹൈലൈറ്റർ വേണമെന്ന് തോന്നുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കാം. നമുക്ക് ലാസ്റ്റ് ഇടാം. നൗ ഐ ആം ഗോണ ഷോ മൈ സാരി. ഇതാണ് നമ്മുടെ സാരി. ഒരു പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ, ഒരു ഫ്ലോറൽ പ്രിൻറ്റ്. രസമില്ലേ? അപ്പോൾ നമ്മളിത് ഉടുത്തിട്ട് വരാം. That's it guys. I hope you guys like this video. And നമ്മൾ ഇനി വീട്ടിൽ പോവുക. എന്തെങ്കിലും വെള്ളം കുടിക്കണം. ബിക്കോസ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സ്വെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യാറില്ല. അത്രയ്ക്ക് നമ്മൾ സ്വെറ്റ് ചെയ്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സദ്യയൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാം. ബൈ.